ഇന്നലെയായിരുന്നു മലയാളികളെ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ഒരു വാർത്ത ഞെട്ടിച്ചത്. ഛത്തീസ്ഗഡിലെ സുക്മയിൽ നക്സലൈറ്റുകൾ നടത്തിയ ആക്രമണത്തിൽ 2 ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചു. മലയാളികൾ ഉൾപ്പെടുന്നതാണ് ഈ 2 ജവാന്മാർ. അതിലൊരാളുടെ പേര് വിഷ്ണു എന്നാണ്. CRPF കോബ്ര വിഭാഗം 201 ബറ്റാലിയനിലാണ് വിഷ്ണു ഉള്ളത്. 35 വയസ്സായിരുന്നു വിഷ്ണുവിന്. ശൈലേന്ദ്ര എന്ന് പറയുന്ന മറ്റൊരു കമാൻഡർ ഓഫീസറാണ് കൂടെ മരിച്ചത്. ശൈലേന്ദ്രയ്ക്ക് 29 വയസ്സും. തിരുവനന്തപുരം പാലോട് സ്വദേശിയാണ് വിഷ്ണു. സൈനികൻ സഞ്ചരിച്ച ട്രക്ക് കടന്നുപോകുന്ന വഴിയിൽ നക്സലേറ്റുകൾ സ്ഥാപിച്ച് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. അതിലൂടെയായിരുന്നു വിഷ്ണുവിന്റെ മരണം സംഭവിച്ചത്. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അഭിമാനമായിരുന്നു ഈ മലയാളി യുവാവായ വിഷ്ണു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മരണവാർത്ത എല്ലാവരെയും, ഒരു നാടിനെ മുഴുവൻ ഇപ്പോൾ നടുക്കിയിരിക്കുകയാണ്. നെടുമങ്ങാടും പാലോടുമൊക്കെ നിരവധി സൗഹൃദമുണ്ടായിരുന്ന വ്യക്തി കഴിഞ്ഞ ദിവസം ഒരു നാട് മുഴുവൻ നിശ്ചലമായി പോയൊരവസ്ഥ.